ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിൽ ടീൻ വോൾഫിൻ്റെ എപ്പിസോഡ് 6 ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ വരൂ ഗൈസ്, വീഡിയോയുടെ സ്റ്റാർട്ടിങ് സീന് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി അവന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് അവൻ്റെ കാർ എവിടെയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നോക്കിയിട്ട് അവൻ്റെ കാറും കാണുന്നില്ല. എന്താണ് പറ്റിയെന്ന് അറിയാൻ വേണ്ടി കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇവിടെയൊന്നും ആ കാറ് കാണുന്നുമില്ല. ഈ സമയത്താകട്ടെ ഇവൻ്റെ കൂടിൽ നിന്ന് ഏതോ ഒരു ബോട്ടിൽ മാത്രം ഉരുണ്ടു പോകുന്നുണ്ട്. അത് പിടിക്കാൻ വേണ്ടി ഇവൻ കുനിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ബോട്ടിലാണെങ്കിൽ ആര പൊട്ടിച്ചിരിക്കുന്നു. അതായത് ഏതൊരു മൃഗം ഇവിടെ ഉണ്ടെന്ന് ഇവന് ജീവനും കൊണ്ട് ജീവൻ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടിയാണെങ്കിൽ രക്ഷപ്പെടാൻ നോക്കുകയാണ്. എന്തോ ഒന്ന് ഇവനെ ഫോളോ ചെയ്തും വരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയൊക്കെയോ ഒരു വണ്ടിയുടെ പുറകിൽ ഒളിച്ചിരിക്കുകയാണ്. അതിന്റെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവന്റെ പുറകെ വീണ്ടും അത് ഓടിക്കാൻ വേണ്ടി തുടങ്ങും. വീണ്ടും ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇവന്റെ ഫോൺ ഇങ്ങനെ റിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോ വന്ന് ഇവനെ പൊക്കിയെടുത്ത് തറയിടുന്നു. നീ ഇന്ന് മരിച്ചടാ മോനെ എന്ന് പറയുന്നു. ആരാന്ന് നോക്കുമ്പോൾ വേറെ ആരുമല്ല, ഡെറിക്കാണ്. നീ എന്തിനാടാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത് ചോദിക്കുന്നു. സത്യമായിട്ടും അത് ഞാനല്ലെന്ന് നമ്മൾ ഡെറിക്ക് പറയുവാണ്. അതായത് വേറെ ആരും ആണെങ്കിൽ ഇവനെ പിന്തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നീ കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായത്. നീ കാരണമാണ് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തത്. ഞാൻ ഓൾഫായി മാറുന്നത് അതുകൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും ഡെറിക്കാണെങ്കിൽ വേറൊരു കാര്യം പറയുവാണ്. ഞാൻ കാരണമല്ല, നോക്ക് നിന്റെ ഗേൾ ഫ്രണ്ടിനെ നീ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് തന്നെ നിന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവളുടെ ഫാദർ ഒരു ആൽഫ ആയതുകൊണ്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ മുമ്പ് വെച്ച് തന്നെ അവൻ്റെ ഫോൺ പൊട്ടിക്കുകയാണ്. ഇനി ഞാൻ പറയുന്ന കേക്ക്, ഈ ഫുൾ മൂൺ വരുന്നവരെയെങ്കിലും ഞാൻ പറയുന്ന കേട്ടാൽ മാത്രമേ ഉള്ളൂ. നിനക്കാണെങ്കിൽ നിന്റെ ഫാമിലിനെയും ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നു. ഞാൻ പറയുന്ന കേൾക്കുമെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ കേൾക്കുമെന്ന് പറയുന്നു. ആലീസിൻ്റെ അടുത്ത് ഇനി നീ മിണ്ടാനേ പാടില്ലെന്ന് പറയുന്നു. ഇനി ഒരിക്കലും ഞാൻ അവളുടെ അടുത്ത് മിണ്ടത്തില്ലെന്ന് പറയുന്നു. അടുത്ത സീൻ്റെ അകത്ത് ആലീസിൻ്റെ വീട്ടിൽ പോയി അവളുടെ കൂടെ റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആലീസിൻ്റെ ഡോർ ആരാണ്ട് വന്ന് തട്ടുന്നു. ആ സമയത്ത് ഇവനെ ആണെങ്കിൽ ഒരു കബോർഡിൻ്റെ അകത്ത് കയറ്റി ഇവളുമാണെങ്കിൽ ഡോർ തുറക്കുന്നു. അവളുടെ ആൻറ്റിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആൻറ്റിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും അവരുടെ ഫാമിലിയിലെ ഹിസ്റ്ററിനെയൊക്കെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രോജക്റ്റ്. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവളുടെ ആൻറ്റി ഒരു കാര്യം പറയുന്നു. അതിനെന്താന്ന് പറഞ്ഞ് ഒരു ഊൾഫിനെ കുറിച്ച് ഇവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ആനിമലിന്റെ പേരാണ് ഗിഡുവാൻ. 100ഓളം ആൾക്കാരെ ആണെങ്കിൽ ഈ ആനിമലെ കൊന്നിട്ടുണ്ട്. 1764 പല ആൾക്കാരെയും ഇത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെ സത്യമാണോ, ഈ ആനിമലൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, ചിലപ്പോൾ സത്യമായിരിക്കും എന്ന് പറയുന്നു. ഇതിനെ കണ്ടാൽ ഒരു ഊൾഫിനെ പോലെ ഉണ്ടെന്ന് ആലീസും പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഹീറോയും അത് കേട്ടുകൊണ്ടേയിരിക്കുവാണ്. ഇവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ. ഈ സമയത്ത് ഇപ്പം നമ്മുടെ ഹീറോയും ആണെങ്കിൽ ഇവൻ വന്ന പണിയൊക്കെ കഴിഞ്ഞ് ആലിസിൻ്റെ അടുത്ത് താങ്ക്സ് ബൈ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എടുത്തിയാടി അവിടുന്ന് പോകുവാണ്. ഇതേ സമയത്താണെങ്കിൽ ഇവനും അവിടുന്ന് പോകുമ്പോൾ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഈ ഡെറിക്കിനെ കൊണ്ട് തോറ്റു, എന്നോട് ക്ഷമിക്ക്, നീ എൻ്റെ ഫോൺ പൊട്ടിച്ചു കളഞ്ഞല്ലോ, അതുകൊണ്ട് അവളോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട് അവളെ കാണാൻ വേണ്ടി വന്നതാണ്, ഇനി ഞാൻ വരത്തില്ലെന്ന് പറയുന്നു. ഈ സമയത്താകട്ടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ശബ്ദമാണ് ഈ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊരു മൃഗമാണെങ്കിൽ ഇവനെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഇവനും അവൻ്റെ കാറ് തുറന്ന് അതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഏതൊരു മൃഗം വന്ന് അവിടെ സ്പൈറൽ എന്ന് പറഞ്ഞോണ്ട ഒരു വട്ട സിമ്പിളാണെങ്കിൽ ഇട്ടിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. മാർക്കിട്ടിട്ട് എന്തോ പോയിരിക്കുവാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും ഇവന് മനസ്സിലാകുന്നില്ല. ഇപ്പം വീണ്ടും ആണെങ്കിൽ ഇവൻ വീട്ടിൽ വന്ന് ജനലൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ ഡെറിക്ക് ഇരിപ്പുണ്ട്. നീ എന്തിനാണ് എന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുന്നു. ഞാനൊന്നും അല്ലടാ നിന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്, വേറെ ആരോ നിന്റെ പുറകെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ഡെറിക്കിന്റെ അടുത്തും ആ മൃഗം ഒരു സ്പൈറൽ സിമ്പിൾ ആണെങ്കിൽ വരച്ചിട്ടാണ് പോയതെന്ന് പറയുന്നു. ഇത് കേട്ടതും ഡെറിക്കും ആണെങ്കിൽ അവിടുന്ന് വേഗം പോകാൻ വേണ്ടി ശ്രമിക്കുന്നു. സത്യം പറ, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ കാര്യം നീ അറിയേണ്ടത്. ഡെറിക്കും അവിടുന്ന് പോകുവാണ്. ഇതിന് എല്ലാത്തിനും കാരണം ആലിസിന്റെ വീട്ടിൽ പോയത് കൊണ്ടാണ്. ഇനി അവളുമായിട്ട് ഞാൻ സംസാരിക്കുന്നവരെ നിർത്താൻ പോകുവാണ്. ഇനി അവളുമായിട്ട് ഒരു കണക്ഷനും ഇല്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഹീറോയിൻ കണ്ണു തുറന്ന് പിറ്റേ ദിവസം ആകുന്നു. ഇനി എന്തായാലും ആലിസിനെ കണ്ടാൽ തന്നെ നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് കോളേജിൽ വന്നാൽ പോലും ആലിസിനെ കണ്ടാൽ തിരിഞ്ഞു നടക്കുന്നു. ഇങ്ങനെയൊക്കെ ഇവൻ ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഈ സമയത്ത് ഇവൻ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ക്ലാസ്സിൻ്റെ ഉള്ളിൽ സ്റ്റെയിൻ ഇരിപ്പുണ്ട്. സ്റ്റെയിൻ നമ്മുടെ ഹീറോയുമായിട്ട് എന്തോ ഒരു വഴക്കുണ്ട്. അതുകൊണ്ട് ഇപ്പോഴാകട്ടെ അവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് സംസാരിക്കാറേ ഇല്ല. ഈ സമയത്ത് ഹീറോ ഇവൻ്റെ അടുത്ത്
സംസാരിക്കാൻ വേണ്ടി തുടങ്ങുന്നു. സ്റ്റെയിൻ, നിനക്കൊരു കാര്യം അറിയാവോ, ആ ഡിറിക്കിൻ്റെ അടുത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റെയിനും ഇതൊന്നും കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. പിന്നെ പറയുന്നു, ശരി, എനിക്കിതിൻ്റെ കഥയൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എങ്ങനെയാ ഡെറിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഇപ്പം ഇവനും പറയുവാണ്, ഈ ആലീസിൻ്റെ അടുത്ത് സംസാരിക്കാനേ പാടില്ല, അത് മാത്രമല്ലാതെ എൻ്റെ ദേഷ്യം തന്നെ കൺട്രോൾ ചെയ്യാനാണെങ്കിൽ അവൻ പറഞ്ഞു എന്ന് പറയുന്നു. അത് എളുപ്പമല്ലേ, അത് ചെയ്താൽ പോരെന്ന് ചോദിക്കുമ്പോൾ അത് അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ലെന്ന് ഇവനും പറയുവാണ്. ശരി, എൻ്റെ ഭാഗത്ത് നിന്ന് നിന്നെ ഒരു ഹെൽപ്പ് ചെയ്യാം, നീ എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ഇവൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് നമ്മുടെ ആലീസിനെ നോക്കുമ്പോൾ ആലീസൻ അവളുടെ ഫ്രണ്ടായ ലിതിയുടെ അടുത്ത് ഇന്നലെയാണെങ്കിൽ ആൻറ്റി പറഞ്ഞില്ലേ ഒരു ഡീമനെ കുറിച്ച്, ആ കഥയാണെങ്കിൽ ഇവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് വളരെ ബോറിംഗ് ആണ്, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് ഇപ്പം ലിതിയെ പറയുന്നുണ്ട്. ശരി, ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞ് ആ വൂൾഫിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ലിതിയയ്ക്കും അന്ന് കണ്ട അതേ വൂൾഫിൻ്റെ ഫോട്ടോ ആയിട്ട് നല്ലപോലെ മാച്ച് ആകുന്നുണ്ട്. നിനക്ക് എന്താണ് തോന്നുന്നതെന്ന് ലിതിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ലിതിയാണ് ഈ പറയുന്നു, എനിക്കൊന്നും തോന്നുന്നില്ല, ഇതൊന്ന് നിർത്തി വെക്കാൻ പറയുന്നു. ലിതിയ എല്ലാ കാര്യവും അറിഞ്ഞല്ലോ, അതുകൊണ്ടൊന്നും ഓർമ്മയില്ല. ഈ സമയത്താകട്ടെ സ്റ്റെയിനും നമ്മുടെ ഹീറോയും കൂടെ സംസാരിക്കുവാണ്. നീ എന്താണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാഗത്ത് നിന്ന് നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാനുണ്ടെന്ന്. ശരി, വരാൻ പറഞ്ഞ് ഇവനെ കൂട്ടിക്കൊണ്ട് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. സ്റ്റെയിനും അവൻ്റെ ബാഗിൽ നിന്ന് ഏതൊരു മീറ്റർ പോലെ ഉണ്ട് ഒരു സാധനം എടുക്കുന്നു. ഇത് നിന്റെ വയറ്റേ കെട്ടിക്കൊള്ളാൻ പറയുന്നു. ഇത് നമ്മുടെ കോച്ചിൻ്റെ അല്ലേ, ഇതെങ്ങനെ നിൻ്റെ കൈ കിട്ടിയെന്ന് ഹീറോ ചോദിക്കുമ്പോൾ ആ കോച്ചിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മോഷ്ടിച്ചാണ്, ഇപ്പം ഇതാണ് നിനക്കാണ് അത്യാവശ്യം എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ വയറ്റിലാണ് ഈ കെട്ടുന്നത്. ഇത് വയറ്റേ കെട്ടിയിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യുവാണെങ്കിൽ നല്ലപോലെ ടൈറ്റായിട്ട് കെട്ടുവാണ്. ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ഇതിലാണെങ്കിൽ നിനക്ക് ദേഷ്യം വരുവാണെങ്കിൽ കാണിക്കും, അങ്ങനെ നമുക്കാണെങ്കിൽ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവനെ ദൂരെ നിർത്തിയിട്ട് സ്റ്റമ്പ് പോലെ ഇവൻ്റെ ദേഹത്തേക്ക് കുറേ തവണ ബോളാണെങ്കിൽ അടിച്ചിടുവാണ്. ഇവനും ദേഷ്യം വരുന്നു, ഒന്ന് നിർത്തടാ, വേദന എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്താകട്ടെ ജാക്സൺ ആണെങ്കിൽ അതിലൂടെ പോകുന്നുണ്ട്. ജാക്സണും ഇത് കാണുവാണ്. ഇവർക്ക് എന്താ ഭ്രാന്തായോ, ഇവർ എന്തൊക്കെയായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കളി കാര്യമായി. നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുവാണ്. അവൻ്റെ ആണെങ്കിൽ മൊത്ത ശക്തിയാണെങ്കിൽ വെളിയിലേക്ക് വരുന്നു. അവൻ്റെ ദേഹത്തുള്ള ആ ടെമ്പറേച്ചർ എല്ലാം തന്നെ വളരെ കൂടിയിരിക്കുന്നു. അവൻ്റെ കയ്യിലുള്ള ടേപ്പ് വരെ അവൻ പൊട്ടിച്ചെടുത്തിരിക്കുവാണ്. എന്നെ കൊണ്ട് വയ്യാന്ന് ഹീറോ പറയുന്നു. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ഇവിടെ ജാക്സനെ നോക്കുമ്പോൾ ജാക്സൺ ആകട്ടെ ആ വോൾഫ് ഇവൻ്റെ കഴുത്തിലാണെങ്കിൽ ഒരു പാടിട്ടല്ലോ, അതിനുശേഷം ഇവൻ പഴയതുപോലെയല്ല, എന്തൊക്കെയോ മാറ്റം ഇവനുണ്ട്. അത് മാത്രമല്ലാതെ വായിൻ്റെ ഉള്ളിൽ നിന്ന് വരെ എന്തോ ഒരു ജീവി വെളിയിലേക്ക് വരുന്ന പോലെ കാണിക്കുന്നു. ഇതൊക്കെ നടന്നത് ആ വൂൾഫ് അറ്റാക്ക് ചെയ്തതിന് ശേഷമാണ്. ഇപ്പം ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് ആലിസൺ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുവാണ്. ഈ ജാക്സൺ ആകട്ടെ ഇവളുടെ അടുത്തിരുന്ന് സംസാരിക്കുവാണ്. ഇവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ കോളേജിലെ തന്നെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു, എന്നാൽ നമ്മുടെ ഹീറോ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറഞ്ഞ് ഇവനെ കുറിച്ചുള്ള വിഷമങ്ങളൊക്കെ ഇവളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഇവനാണെങ്കിൽ ഇവളോട് ഇഷ്ടമുള്ളതുപോലെയൊക്കെയാണ് പറയുന്നത്. ആലിസിന് ജാക്സനെ കാണുമ്പോൾ വളരെ പാവം തോന്നുവാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയ്ക്ക് എന്തായാലും ക്ലാസ് വരുമ്പോൾ ആലിസിനെ കണ്ടേ പറ്റത്തുള്ളല്ലോ. ഇപ്പം ആലിസിനും അവിടെ വന്നിരിക്കുകയാണ്. ഇപ്പം ആലിസിനാണെങ്കിൽ ചോദിക്കുന്നു, നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ പ്രൊഫസറും ക്ലാസ് എടുക്കാൻ വേണ്ടി തുടങ്ങുന്നു. ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു സബ്ജക്റ്റ് വായിക്കണമെന്ന് പറഞ്ഞ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ആരൊക്കെ വായിച്ചു? കൈ പൊക്കാൻ പറയുമ്പോഴേക്കും നമ്മുടെ ഹീറോ മാത്രം കൈ പൊക്കുന്നേ ഇല്ല. ഇത് കണ്ടിട്ട് ആ പ്രൊഫസറും ആണെങ്കിൽ അടുത്തേക്ക് വരുന്നു. എടാ, നീ ആണെങ്കിൽ എന്നാടാ ഇന്നലെ പഠിപ്പിച്ചത് വായിക്കാതെ വന്നതെന്ന് ചോദിച്ച് വളരെ ദേഷ്യപ്പെടുന്നു. സോറി സാർ, ഞാൻ മറന്നുപോയെന്ന് പറയും. ഇയാളും വെറുതെ വിടുന്നേ ഇല്ല. നമ്മുടെ ഹീറോയുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പം ഇത് നിർത്തുമെന്ന് വിചാരിച്ച് സ്റ്റെയിനും ആണെങ്കിൽ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നിർത്തുമെന്ന് ഇപ്പം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നിർത്താതെ ഇവനെ ഭയങ്കര ചീത്തയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റെയിനും ആണെങ്കിൽ നോക്കുമ്പോഴേക്കും ഇവൻ്റെ ബോഡി ടെമ്പറേച്ചർ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുവാണ്. എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹീറോ കൂൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. എന്ത് മാജിക് ആടാ ഇതെന്ന് പറഞ്ഞ് സ്റ്റെയിനും അവനെ നോക്കുമ്പോൾ അവൻ്റെ കൈയാണെങ്കിൽ നമ്മുടെ ആലിസും പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടായിരുന്നു ഇവൻ ഇങ്ങനെ കൂളായിട്ടിരുന്നത്. ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇവനും ആണെങ്കിൽ സ്റ്റെയിൻ്റെ അടുത്ത് പറയുവാണ്, കണ്ടില്ലേ, അവളാണെങ്കിൽ അടുത്തുള്ളപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, അവളെൻ്റെ കൈ പിടിച്ചത് കൊണ്ടാണ് എൻ്റെ പകുതി തന്നെ ദേഷ്യം കുറഞ്ഞതെന്ന് പറയുന്നു. ഇത് കേട്ട സ്റ്റെയിനും പറയുന്നു,
പറയുന്നു അങ്ങനെയൊന്നുമില്ല, നീ അത് വിശ്വസിക്കാൻ വരട്ടെ, വേറൊരു ടെസ്റ്റ് ഉണ്ട്, അത് ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. അതിന് ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇപ്പം സ്റ്റെയിനും നമ്മുടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോകുവാണ്. നീ ഇവിടെ നിൽക്ക്, ഈ താക്കോൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ടേ ഇരിക്കണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഇപ്പം സ്റ്റെയിനും അവൻ്റെ കയ്യിലിരിക്കുന്ന താക്കോൽ വെച്ച് അവിടെ കിടക്കുന്ന ഒരു കാറിലാണെങ്കിൽ ഇങ്ങനെ പോറി പാടൊക്കെ വീഴ്ത്തുവാണ്. ഇതിന് ശേഷമാകട്ടെ സ്റ്റെയിൻ ഒച്ചയുണ്ടാക്കുന്നു, നോക്ക് എന്തിനാടാ ആ കാറാണെങ്കിൽ നശിപ്പിച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയുടെ മേലാണെങ്കിൽ ആ പഴയ ഇടുന്നു. ഇപ്പോൾ അവിടെ കിടക്കുന്ന ആ കാറിൻ്റെ ഓണറാണെങ്കിൽ വന്ന് നമ്മുടെ ഹീറോയിനെ ആണെങ്കിൽ എടുത്തിട്ട് തല്ലുവാണ്. ആ ഓണറിൻ്റെ കൂട്ടുകാരും കൊണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇവനെ നല്ല പോലെ പൂത്തിരിയാണെങ്കിൽ തല്ലുന്നുണ്ട്. നമ്മുടെ ഹീറോയുടെ ദേഷ്യമാണെങ്കിൽ കൂടിക്കൊണ്ട് വരുന്നു, ടെമ്പറേച്ചറൊക്കെ കൂടുന്നുണ്ട്. ഇപ്പം എന്തെങ്കിലും നടക്കുമെന്ന് പറഞ്ഞ് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പ്രൊഫസർ വന്ന് ഇവരെ പിടിച്ചു മാറ്റുവാണ്. സ്റ്റെയിൻ അവൻ്റെ ഫോൺ ഉയർത്തി കാണിക്കുന്നു. അവൻ്റെ ടെമ്പറേച്ചർ ആണെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവന് തന്നെ അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ സമയത്താകട്ടെ ഡെറിക്ക് അവൻ്റെ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. നിങ്ങൾ എത്ര നാളാണ് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്? എൻ്റെ അനിയത്തിനെ അവർ കൊന്നു, ഇനി എത്ര പേരെ അവർ കൊല്ലും? നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അവരാരൊക്കെയാണെന്ന് എന്നോടൊന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. നിങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് ഇവൻ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവിടെയുള്ള നേഴ്സാണെങ്കിൽ വരുന്നു. അയാൾ 6 വർഷമായിട്ട് കോമയിൽ തന്നെയാണ് ഇരിക്കുന്നത്. അയാൾക്കാണെങ്കിൽ നിങ്ങൾ എത്ര പറഞ്ഞാലും കേൾക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നു. ഡെറിക്കും അവിടുന്ന് ദേഷ്യപ്പെട്ടാണെങ്കിൽ ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് അവൻ്റെ അങ്കിളും ആണെങ്കിൽ പതിയൊന്ന് കൈ അനക്കുവാണ്. ഇപ്പോൾ ഡെറിക്കും ആണെങ്കിൽ വെളിയിൽ വന്നതിന് ശേഷം അവൻ്റെ കാറാണെങ്കിൽ നോക്കുമ്പോൾ കാറിലാണെങ്കിൽ ഒരു പേപ്പറുണ്ട്, ഒരു സിമ്പൽ പോലെ എന്തുകൊണ്ട്. ഇപ്പം ഇത് കണ്ടിട്ട് വേഗം തന്നെ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ പോകുന്നു. ഹീറോ പാർട്ട് ടൈം ആയിട്ട് ഒരു പെറ്റ് ഷോപ്പ് ജോലി ചെയ്യുന്നില്ലായിരുന്നു. ആ പെറ്റ് ഷോപ്പിലേക്ക് ഇപ്പം ഡെറിക്കാണെങ്കിൽ പോയിരിക്കുകയാണ്. അവിടെയുള്ള ഡോക്ടറിൻ്റെ അടുത്ത് ഇവൻ ചോദിക്കുന്നു, ഇവിടെ അടുത്തായിട്ട് ഒരു മാൻ ആണെങ്കിൽ മരിച്ചായിരുന്നു, അതിൻ്റെ ദേഹത്ത് ഇങ്ങനെ ഒരു സ്പൈറൽ സിമ്പിൾ നിങ്ങൾ കണ്ടില്ലേ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് ഞാൻ വിട്ടു പോയതായിരിക്കും എന്ന് പറയുന്നു ഇയാൾ. പക്ഷേ ആണെങ്കിൽ നമ്മുടെ ഡെറിക്കിന് മനസ്സിലായി ഇയാൾ എന്തോ ആണെങ്കിൽ ഒളിപ്പിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ ഹാർട്ടാണെങ്കിൽ നല്ലപോലെ ഇടിക്കുന്നുണ്ട്, നിങ്ങൾ എന്തോ ഒരു കള്ളം പറയുവാണ്, സത്യം പറയാമെന്ന് പറഞ്ഞ് മര്യാദക്ക് സത്യം പറയാൻ പറഞ്ഞ് ഇപ്പം ഇയാളെ ആണെങ്കിൽ നല്ലപോലെ തല്ലുന്നുണ്ട്. ഇപ്പം ഇയാളെ അവിടെ കെട്ടിയിട്ടിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അങ്ങോട്ട് വരുവാണ്. ഡെറിക്, നീ എന്താണ് കാണിക്കുന്നത്? അയാൾ എന്തിനാണ് ഉപദ്രവിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഈ സമയത്താകട്ടെ ഇയാൾ ആൽഫ ഹണ്ടേഴ്സ് ഗ്യാങ്ങിലുള്ളതാണ്, ഇയാൾ മറിഞ്ഞാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് ഇത് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല. ഇവൻ ദേഷ്യപ്പെടുവാണ് നമ്മുടെ ഡെറിക്കിന് നേരെ. ഇപ്പം ഡെറിക്ക് ആണെങ്കിൽ ഇവൻ്റെ അടുത്ത് കാര്യം പറയുന്നു, ഇയാൾ ആൽഫയാണോ എന്ന് നിനക്ക് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് നമ്മുടെ ഹീറോയോട് ആണെങ്കിൽ ചോദിക്കുമ്പോഴേക്കും ഇവനാണെങ്കിൽ ഒരു ഐഡിയ പറയുവാണ്. ശരി, നീ ഹൈസ്കൂളിലേക്ക് പോ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടാണെങ്കിൽ പോകുന്നു. ഈ സമയത്താകട്ടെ സ്റ്റെയിനും നമ്മുടെ ഹീറോയും ഡെറിക്കും കൂടി ചേർന്ന് ഒരു പ്ലാനാണെങ്കിൽ ഇടുവാണ്. എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴേക്കും നീ ഇവിടെ വെയിറ്റ് ചെയ്യ്, ഞാനാണെങ്കിൽ അവിടെ സൗണ്ട് ഉണ്ടാക്കാമെന്ന് പറയുന്നു. അതായത് ഹീറോ പോയി വൂൾഫിൻ്റെ സൗണ്ട് ആണെങ്കിൽ വലിയ സ്പീക്കറിലാണെങ്കിൽ ഉണ്ടാക്കും. ആ സൗണ്ട് കേട്ട് ശരിക്കും ആൽഫ ആണെങ്കിൽ വെളിയിലേക്ക് വരുമെന്ന് പറയുന്നു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്നു. ഇതെന്തായാലും നടക്കുമെന്ന് പറഞ്ഞ് ആ ഡോക്ടറിനെയൊക്കെ പൊക്കിക്കൊണ്ട് വന്നിരിക്കുവാണ്. ശരി, നമുക്കാണെങ്കിൽ തുടങ്ങാമെന്ന് പറഞ്ഞ് ഹീറോയും സ്റ്റെയിനും കൂടെ ചേർന്ന് അകത്തേക്കാണെങ്കിൽ പോകുവാണ്. ആ ഡോറൊക്കെ തുറക്കുന്നു. ഈ സമയത്ത് സ്റ്റെയിൻ ആണെങ്കിൽ ചോദിക്കുന്നു, നിന്നെ കൊണ്ട് ആ വോൾഫിൻ്റെ ഒച്ചയിടാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അതൊക്കെ എന്നെ കൊണ്ട് പറ്റുമെന്ന് നമ്മുടെ ഹീറോയും പറയുവാണ്. എന്നാൽ ശരി, നീ ഇട്ടോളാൻ പറഞ്ഞ് ആ മൈക്കാണെങ്കിൽ കൊടുക്കുവാണ്. ഹീറോയും ആണെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് ഒരു ശബ്ദം ഉണ്ടാക്കുവാണ്, ആ എന്ന് പറഞ്ഞ്. ഇപ്പം ഇത് കേട്ടിട്ട് നമ്മുടെ സ്റ്റെയിൻ ആകട്ടെ ചോദിക്കുന്നു, എന്താടാ വോൾഫിൻ്റെ സൗണ്ട് ഇടാൻ പറഞ്ഞിട്ട്? ഞാനും കുറെ പ്രതീക്ഷിച്ചു നീ വോൾഫിൻ്റെ സൗണ്ടൊക്കെ ഇടുവെന്ന്, എന്നാൽ ഇതെന്താണ് പൂച്ചയുടെ ശബ്ദം ഇട്ടിരിക്കുന്നത്? ഒരു തവണയും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം. ഒരു മിനിറ്റ്, നീ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം പറയാം. നീ ഒരു വൂൾഫാണ് എന്ന് മനസ്സിലാണെങ്കിൽ വിചാരിച്ചുകൊണ്ട് ആ സൗണ്ട് ഇടാൻ പറയുന്നു. ഹീറോയും ആണെങ്കിൽ ആ സൗണ്ട് ഇടുവാണ്. ഇപ്പോൾ ആ സൗണ്ട് കേട്ട് നമ്മുടെ ഡെറിക്ക് തന്നെ ഒന്ന് ഞെട്ടിപ്പോകുന്നു. എന്തൊച്ചയാടെ ഇട്ടത്? ആ ഒച്ച കേട്ട് അടുത്തുള്ള സ്കൂളിലെ ആൾക്കാർ വരെ ഓടിപ്പോയി കാണുമെന്ന് പറയുന്നു. നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ല ചെയ്തതെന്ന് പറയുന്നു. ഈ സമയത്ത് ആ കാറാണെങ്കിൽ തുറന്നിരിക്കുകയാണ്. ആ ഡോക്ടർ ആണെങ്കിൽ എസ്കേപ്പ് ആയി പോയിരിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഡോക്ടർ വലിയൊരു വൂൾഫായി വന്ന് ഡെറിക്കിനെ ആണെങ്കിൽ കുത്തി താഴേക്ക് ഇടുവാണ്. അവനവിടെ വീണ് കിടക്കുന്നു. ഇതേ സമയത്ത് ഹീറോയും സ്റ്റീവും കൂടെ ചേർന്ന് അവിടെ നിന്ന് ഓടി ആ ക്ലാസ്സിൻ്റെ അകത്ത് കയറി ഒളിച്ചിരിക്കുകയാണ്. ഇപ്പം ഇതോടുകൂടി ഈ എപ്പിസോഡ് ആണെങ്കിൽ തീരുന്നു. ഇവരിനി അവിടെ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ അടുത്തടുത്ത എപ്പിസോഡിൽ വേണം നമുക്ക് കാണാൻ. ഇപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയും. കുറേ നാളായി വീഡിയോ കിട്ടിയിട്ട് അതുകൊണ്ട് വോയിസ് ഒന്നും അത്രത്തോളം ശരിയായിട്ട് വരത്തില്ല. എന്നാൽ പോലും നമുക്ക് അടുത്തടുത്ത എപ്പിസോഡിലാണെങ്കിൽ നോക്കാം. അപ്പം ടാറ്റാ, ബൈ ബൈ ഗൈസ്.